ഹരേ കൃഷ്ണ. സ്നേഹം നിറഞ്ഞ ശുഭദിനാശംസകൾ. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 6 ഇന്ന് നമ്മൾ കടക്കുകയാണ്. ആദ്യ ശ്ലോകം ഭഗവാൻ അർജുനനോട് പറയുന്നതാണ്. ശ്രീ ഭഗവാനുവാച അനാശ്രിത കർമ്മഫലം കാര്യം കർമ്മ കരോതിയ സന്യാസീ ച യോഗീ ച ന നിരഗ്നീ ന ചാക്രിയ. ശ്രീ ഭഗവാൻ ഉവാച, ശ്രീ ഭഗവാൻ പറയുന്നു, അനാശ്രിത കർമ്മഫലം. ആരോടാണ്? അർജുനനോടാണ് പറയുന്നത്. അനാശ്രിത കർമ്മഫലം, നീ കർമ്മഫലത്തെ ആശ്രയിക്കാത്തവനായി. കർമ്മഫലം എപ്പോഴും നമ്മൾ ആശ്രയിച്ചുകൊണ്ടിരിക്കുക. ആർക്കെങ്കിലും ഒരു ചോക്ലേറ്റ് കൊടുത്താൽ പോലും അയാൾ ഒരു താങ്ക്സ് പറയണമെന്ന് പ്രതീക്ഷിക്കുന്നവരാണ് നമ്മൾ. ഒരാളുടെ മുഖത്ത് നോക്കി ചിരിച്ചിട്ട് അയാൾ ചിരിച്ചില്ല എങ്കിൽ പറയും, ഓ എന്തൊരു വൃത്തികെട്ടവനായാൾ എന്ന് നമ്മൾ പറയും. ഒരു ചിരിയിൽ പോലും പ്രതീക്ഷ അർപ്പിക്കുകയാണ് നമ്മൾ. അതിൻ്റെ പോലും ഫലം ആഗ്രഹിക്കുന്നു. ഒരു ചെലവുമില്ലാത്ത ചിരിയിൽ നിന്ന് പോലും ഇത് ആഗ്രഹിക്കുന്നു എങ്കിൽ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തികളിൽ നിന്നും എത്രമാത്രം നമ്മൾ പ്രതീക്ഷകൾ ആഗ്രഹിക്കും, അല്ലെങ്കിൽ എത്രമാത്രം കർമ്മഫലങ്ങൾ ആഗ്രഹിക്കും. അങ്ങനെ ഒന്നുമില്ലാതെ, യാതൊരു തരത്തിലും ആശ്രയിക്കാതെ, കർമ്മഫലത്തെ ഒട്ടും തന്നെ ആശ്രയിക്കാതെ, കാര്യം കർമ്മ കരോതിയ, അവനിൽ നിക്ഷിപ്തമായിരിക്കുന്ന വിഹിത കർമ്മം എന്താണോ, ആരാണോ അത് ചെയ്യുന്നത്, തൻ്റെ കർമ്മങ്ങൾ ഭഗവാനിൽ പൂർണ്ണമായും അർപ്പിച്ച് ഇതിൻ്റെ ഒന്നും ഫലം താൻ ആഗ്രഹിക്കുന്നില്ല, ഇതെല്ലാം താൻ ചെയ്യേണ്ടതാണ് എന്നുള്ള രീതിയിൽ ആരാണോ കർമ്മം ചെയ്യുന്നത്, അവൻ സന്യാസീ ച യോഗീ ച, അവൻ തന്നെയാണ് സന്യാസിയും യോഗിയും എല്ലാം തന്നെ. അല്ലാതെ ന നിരഗ്നീന ചാക്രിയ, കർമ്മം ചെയ്യാതെ, യാതൊന്നും ചെയ്യാതെ ഒരു സ്ഥലത്ത് പോയിരുന്ന് ഞാൻ ഭഗവാനെ ധ്യാനിക്കാൻ പോവുകയാണ്, അഗ്നിഹോത്രങ്ങളോ നാമജപങ്ങളോ ഒന്നും ചെയ്യാതെ, ഒരു തരത്തിലുള്ള കർമ്മങ്ങളും തൻ്റെ ജീവിതത്തിലുള്ളത് ചെയ്യാതെ എവിടെയെങ്കിലും പോയിരുന്ന് ഞാൻ സന്യസിക്കാൻ പോയിരിക്കുകയാണ് എന്ന് പറയുന്നവനല്ല സന്യാസി അല്ലെങ്കിൽ യോഗി. അവനവനിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർമ്മം യാതൊരു തരത്തിലുള്ള ആഗ്രഹങ്ങളും ഇല്ലാതെ, യാതൊന്നും പ്രതീക്ഷിക്കാതെ പൂർണ്ണമായും ഭഗവാനിൽ അർപ്പിച്ച് ചെയ്യുന്നവനാണ് സന്യാസി അല്ലെങ്കിൽ യോഗി എന്ന് പറയുകയാണ് ഭഗവാൻ. സന്യാസം എന്ന് പറഞ്ഞാൽ തന്നെ ത്യജിക്കുക എന്നുള്ളതാണ്. തൻ്റെ ഉള്ളിലെ ആഗ്രഹങ്ങളും കർമ്മഫലങ്ങളും ത്യജിക്കുകയാണ് ഒരു സന്യാസി ചെയ്യേണ്ടത്. യോഗം എന്ന് പറഞ്ഞാൽ ആത്മാവിനെ അറിയുക. അപ്പോൾ കർമ്മഫലങ്ങൾ ഒന്നുമില്ലാതെ ആരാണോ പ്രവൃത്തി ചെയ്യുന്നത് അവൻ തന്നെയാണ് യഥാർത്ഥമായ സന്യാസി എന്നും യോഗി എന്നും പറയുകയാണ് ഭഗവാൻ അർജുനനോട് ഈ ശ്ലോകത്തിലൂടെ. ശരിക്കും ഒരാളിൽ ഉണ്ടാകേണ്ടത് ഭക്തിയാണ്, അല്ലാതെ ഏതെങ്കിലും തരത്തിൽ ധനമാർജിക്കണമെന്നോ ഏതെങ്കിലും വസ്തുവകകൾ തനിക്ക് ഉണ്ടാകണമോ എന്നുള്ള ചിന്തയല്ല. ഭക്തി എങ്ങനെയാണ് ഭഗവാനോട് കൂടുതൽ കൂടുതൽ എങ്ങനെയാണ് അടുക്കുവാൻ ശ്രമിക്കേണ്ടത് എന്നുള്ളതായിരിക്കണം ചിന്ത. മഹാപ്രഭു ചൈതന്യ മഹാപ്രഭു തൻ്റെ ഒരു ശ്ലോകത്തിലൂടെ പറയുന്നുണ്ട്, ന ധനം ന ജനം ന സുന്ദരീം കവിതാം വാ ജഗദീശ കാമയോ മമ ജന്മനി ജന്മനീശ്വരേ ഭവതാത് ഭക്തി അഹൈതുകീ ത്വയി. ഹേ സർവശക്ത, ധനം സമ്പാദിക്കാനോ ന ധനം ന ജനം, സുന്ദരികളൊത്തു സുഖിക്കാനോ ന സുന്ദരീം, എനിക്ക് ആഗ്രഹമില്ല. എനിക്ക് അനേകം ശിഷ്യരും വേണ്ട. എനിക്ക് വേണ്ടത് ജന്മങ്ങൾ ഓരോന്നിലും അങ്ങയിൽ അഹൈതുകമായ ഭക്തി ഉണ്ടായാൽ മാത്രം മതി എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ ശ്ലോകം, യസന്യാസം ഇതി പ്രാഹോ യോഗം തം വിധി പാണ്ഡവ നഹി അസന്യസ്ത സങ്കൽപ്പോ യോഗി ഭവതി കശ്ചന. സന്യാസം ഇതി പ്രാഹു, എന്തിനെയാണോ സന്യാസം എന്ന് പറയുന്നത്, പ്രാഹു ശ്രേഷ്ഠമായി സന്യാസം എന്ന് പറയുന്നത് എന്തിനെയാണോ, യോഗം തം വിധി പാണ്ഡവ, ഹേ പാണ്ഡവ, ഹേ അർജുന, അതുതന്നെയാണ് യോഗവും. യോഗവും സന്യാസവും എല്ലാം ഒന്ന് തന്നെയാണ്. നഹി അസന്യസ്ത സങ്കൽപ്പോ, സകല സങ്കല്പങ്ങളും ഉപേക്ഷിക്കാത്ത, യോഗി ഭവതി കശ്ചന, ഒരുവൻ യോഗിയായി മാറുന്നേയില്ല. കശ്ചന, ഒരുവൻ. സകല സങ്കല്പങ്ങളും ഉപേക്ഷിക്കാതെ ഒരിക്കലും ഒരാൾ യോഗിയായി മാറുന്നില്ല.
സന്യാസം എന്ന് പറഞ്ഞാൽ തന്നെ ഉപേക്ഷിക്കുക എന്നാണ് അർത്ഥം, അല്ലേ? അപ്പോൾ എല്ലാവിധത്തിലുള്ള സങ്കല്പങ്ങളെയും, ഒരാളുടെ മനസ്സിൽ ഒരുപാട് തരത്തിലുള്ള സങ്കല്പങ്ങൾ ഉണ്ടാകും. ഓരോ നിമിഷവും നമ്മൾ സങ്കല്പിക്കുകയാണ്, അടുത്ത നിമിഷം എന്താണ് ഉണ്ടാകാൻ പോകുന്നത്, എൻ്റെ ഭാര്യ, കുട്ടികൾ, കുടുംബം, അമ്മ, അങ്ങനെയുള്ള വിവിധ തരത്തിലുള്ള സങ്കല്പങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിലൂടെ ഏതു നിമിഷവും കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതു തരത്തിലുള്ള മനസ്സാണ് എങ്കിലും അതിൽ യാതൊരുവിധ സങ്കല്പങ്ങളും ഇല്ലാതെ വരുമ്പോൾ ആ മനസ്സെന്ന സങ്കല്പം തന്നെ ഇല്ല. പിന്നെ മനസ്സില്ല, സങ്കല്പങ്ങളുണ്ടെങ്കിൽ മനസ്സെന്ന് പറഞ്ഞാൽ എന്താണ്? വിവിധ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. അങ്ങനെ ചിന്തയേ ഇല്ലെങ്കിൽ പിന്നെ മനസ്സെവിടെ? ഒന്നും ചിന്തിക്കാനില്ല, ഒരു സങ്കല്പങ്ങളുമില്ല. സങ്കല്പങ്ങളാണല്ലോ മനസ്സ്. അപ്പോൾ പിന്നെ മനസ്സില്ല, അവിടെ ഉള്ളത് ആത്മാവ് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ളവനാണ് യോഗി, അങ്ങനെയുള്ളവനാണ് സന്യാസി എന്ന് പറയുകയാണ് ഭഗവാൻ. പരിത്യാഗം എന്ന് പറയുന്നത് യോഗം തന്നെയാണെന്ന് നീ അറിയണം അർജുന. യോഗമെന്നാൽ പരമപുരുഷനുമായി ബന്ധം സ്ഥാപിക്കുക എന്നാണ്. നമ്മുടെ ആത്മാവും പരമാത്മാവുമായുള്ള, അല്ലെങ്കിൽ ആത്മാവുമായുള്ള ബന്ധം സ്ഥാപിക്കുന്നതിനെയാണ് യോഗമെന്ന് പറയുന്നത്. പാണ്ഡുപുത്ര, ഇന്ദ്രിയ സുഖങ്ങളിലുള്ള തൃഷ്ണ ഉപേക്ഷിക്കാതെ ഒരാൾക്കും ഒരു യോഗി ആകാനാവില്ല. ജീവാത്മാവ് എന്ന നിലയിൽ തൻ്റെ മൂലസ്വരൂപം എന്താണ് എന്ന് അറിയുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ് സന്യാസയോഗം, അല്ലെങ്കിൽ ഭക്തി എന്ന് പറയുന്നത്. മൂന്നാമത്തെ ശ്ലോകം, ആരുരുക്ഷോ മുനേ യോഗ കർമ്മകാരണമുച്യതേ യോഗ ആസസ്യ തസ്സൈവ ശമകാരണമുച്യതേ. ആരുരുക്ഷോ മുനേ യോഗ, ജ്ഞാനയോഗത്തെ പ്രാപിപ്പാൻ, ആരുരുക്ഷോ പ്രാപിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ എത്തിപ്പിടിക്കുന്നതിന് വേണ്ടി ആഗ്രഹമുള്ള ഒരു യോഗിക്ക് കർമ്മ കാരണമുച്യതേ, കർമ്മയോഗമാണ് കാരണമെന്ന് പറയുന്നു. യോഗാരൂഢസ്യ തസ്സൈവ, ജ്ഞാനയോഗത്തെ പ്രാപിച്ചവന് ശമകാരണമുച്യതേ, ശമകാരണം ആണ് എന്ന് പറയുന്നു. ശമകാരണം എന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും നിരോധനം. അപ്പോൾ യോഗി എന്ന് പറഞ്ഞാൽ എല്ലാം നിരോധിക്കുക എന്നാണ് ചുരുക്കമെന്ന് അർത്ഥം. അഷ്ടാംഗ യോഗ പദ്ധതിയിൽ പ്രാരംഭകനായ സാധകന് കർമ്മമാണ് യോഗം, അല്ലെങ്കിൽ കർമ്മമാണ് മാർഗം. യോഗസിദ്ധിയാൽ ഉയർന്നവന് എല്ലാ ഭൗതിക പ്രവർത്തനങ്ങളുടെയും നിരോധനമാണ് ഉപായം. നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിലേ പറഞ്ഞു, യോഗം എന്ന് പറഞ്ഞാൽ ഭഗവാനുമായി ബന്ധിക്കുക എന്നുള്ളതാണ് യോഗം. അത്യുന്നതമായിട്ടുള്ള ആത്മസാക്ഷാത്കാരം നേടുന്നതിന് ഇത് പെട്ടെന്ന് ചെന്ന് കിട്ടുന്നതല്ല, അല്ലേ? പടിപടിയായി ഉയരണം നമ്മൾ. അതിനെ ഒരു കോണിയായി കണക്കാക്കണം. ഈ കോണിയുടെ പടികൾ ഒരു ജീവന് ഏറ്റവും താഴ്ന്ന ഭൗതിക തലങ്ങളിൽ നിന്ന് തുടങ്ങി വിശുദ്ധമായിട്ടുള്ള ആധ്യാത്മിക ജീവിതത്തിലെ പൂർണ്ണമായ ആത്മസാക്ഷാത്കാരത്തോളം എത്തുകയും വേണം. നമ്മൾ ഭൗതിക ജീവിതത്തിൽ ഏറ്റവും താഴെയാണ്, ആദ്യ സ്റ്റെപ്പ് പോലും കാൽ വയ്ക്കാത്തവരാണ് നമ്മൾ. അങ്ങനെയുള്ള നമ്മൾ പടിപടിയായി താഴ്ന്ന ഭൗതിക ലോകങ്ങളിൽ നിന്നും വിശുദ്ധമായ ആധ്യാത്മിക ജീവിതത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തണം. ഉയർച്ചയുടെ വ്യത്യാസമനുസരിച്ച് ഓരോ പടികളും വെവ്വേറെ പേരുകളിലാണ് അറിയപ്പെടുന്നത്. ഈ കോണി ഒരു യോഗമെന്ന് വിളിക്കാമെങ്കിൽ അതിനെ നമുക്ക് 3ആയി വിഭജിക്കാം. ഓരോ ഭാഗത്തിനും ജ്ഞാനയോഗം, ധ്യാനയോഗം, ഭക്തിയോഗം എന്നിങ്ങനെ പേരും കൊടുക്കാം. ആദ്യ പടിക്ക് പറയുന്നത് യോഗാരുരുക്ഷു എന്നും ഒടുവിലത്തേതിന് യോഗാരൂഢവും എന്നാണ് പറയുന്നത്. അഷ്ടാംഗ യോഗ പദ്ധതിയിൽ അഷ്ടാംഗയോഗ നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞു പോയതാണ്. 8 അംഗങ്ങളുടെ യോഗ: യമ, നിയമ, ആസന, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി. അവസാനം യാതൊന്നും മനസ്സിലില്ലാതെ തന്നെ എല്ലാം ഉപേക്ഷിച്ചിരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നതാണ് സമാധി. ഇപ്രകാരമുള്ള ജീവിതചര്യകൾ ചിട്ടപ്പെടുത്തിയാലും ശരി, അതുമല്ല എങ്കിൽ തൻ്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ കർമ്മഫലം ആഗ്രഹിക്കാതെ ഉള്ളവ ആയിരുന്നാലും അവസാനമായ ലക്ഷ്യം എന്ന് പറയുന്നത് മനോക്ഷോഭങ്ങളിൽ നിന്നെല്ലാമുള്ള മുക്തിയാണ്. ഇത് പ്രാപിക്കാൻ സാധിക്കുമെന്നാണ് ഭഗവാൻ പറയുന്നത്. 4ാമത്തെ ശ്ലോകം, യദാഹീന്ദ്രിയാർത്ഥേഷു ന കർമ്മസു അനുഷജ്ജതേ സർവസങ്കൽപ്പ സന്യാസി യോഗാരൂഢ തദ ഉച്യതേ. യദാഹി ഇന്ദ്രിയാർത്ഥേഷു, എപ്പോഴാണോ വിഷയങ്ങളിൽ, ന കർമ്മസു അനുഷുജ്യതേ, കർമ്മങ്ങളിൽ നിന്ന് ആസക്തി ഇല്ലാതാകുന്നതോ, സർവ സങ്കൽപ്പ സന്യാസി, സകല സങ്കല്പങ്ങളെയും സന്യസിച്ച്
യോഗാരൂഢ തത ഉച്യതേ. അങ്ങനെയുള്ള ഒരുവനെയാണ് യോഗാരൂഢൻ എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു യോഗാരൂഢനെ കുറിച്ച്. ഏറ്റവും ഉന്നതമായ പദവിയാണ് യോഗാരൂഢൻ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ യോഗാരൂഢൻ എന്ന് പറയുന്നത് സർവ സങ്കല്പങ്ങളെയും സന്യസിക്കുന്നവനാണ്. കർമ്മങ്ങളിൽ ആസക്തി ഇല്ലാതെ എപ്പോഴാണോ വിഷയങ്ങളിൽ നിന്ന് തൻ്റെ ആഗ്രഹങ്ങളെല്ലാം പിൻവലിച്ച് കർമ്മങ്ങളിൽ ആസക്തിയില്ലാതെ സകല സങ്കല്പങ്ങളെയും സന്യസിക്കുന്നവൻ യോഗാരൂഢൻ എന്ന് പറയാമെന്ന് ഭഗവാൻ പറയുകയാണ്. എപ്പോഴാണോ യോഗി ആയവൻ മനസ്സിനെ സമാധിയിൽ വച്ചുകൊണ്ട് ശബ്ദാദി വിഷയങ്ങളിൽ ആസക്തിയില്ലാതെ, പലതരത്തിലുള്ള ആസക്തികൾ നമുക്ക് വരാം, രുചി, ശബ്ദം, കണ്ണുകൾ കൊണ്ട് കാണുന്ന വസ്തുക്കളോടുള്ള ആസക്തി, ഇവയിൽ ഒന്നും തന്നെ ആസക്തിയില്ലാതെ എപ്പോഴാണോ അവൻ നിത്യമായത് അല്ലെങ്കിൽ നൈമിത്തികമായത് അല്ലെങ്കിൽ കാമ്യമായത് അല്ലെങ്കിൽ പ്രതിഷിദ്ധമായത് ഇങ്ങനെയുള്ള സകല കർമ്മങ്ങളെയും പ്രയോജനം ഒന്നുമില്ല, ഇതൊന്നും ചെയ്തുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല, ഇതിൻ്റെ എല്ലാം കർമ്മഫലം ആഗ്രഹിച്ചുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്ന് മനസ്സിലാക്കി ഇഹലോക സംബന്ധമായിട്ടുള്ളതോ പരലോക സംബന്ധമായിട്ടുള്ളതോ ഉയർച്ചയ്ക്ക് കാരണമായിട്ടുള്ള സകല സങ്കല്പങ്ങളെയും എപ്പോഴാണോ ഒരാൾ സന്യസിക്കുന്നത് അപ്പോൾ അവൻ യോഗാരൂഢൻ അല്ലെങ്കിൽ യോഗത്തെ പ്രാപിച്ചവൻ എന്ന് പറയാം. സർവസങ്കല്പ സന്യാസി, അതാണ് മൂന്നാമത്തെ ഇതിൽ വരിയിൽ വരുന്നത്. സകല കാമങ്ങളും സകല കർമ്മങ്ങളും സന്യാസിക്കേണ്ടത് എന്നാണ് അർത്ഥം. കാരണം സകല കാമങ്ങളും സങ്കല്പത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. സങ്കല്പമൂലാ കാമോ വൈ യജ്ഞ സങ്കല്പ സംഭവ. കാമങ്ങളും സങ്കല്പത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്, യജ്ഞങ്ങളും സങ്കല്പത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അപ്പോൾ സങ്കല്പമാണ് എല്ലാത്തിൻ്റെയും ശത്രു എന്ന് ചുരുക്കം. നമ്മൾ ഏതു തരത്തിലാണ് സങ്കല്പിക്കുന്നത്? നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം, പല ആഗ്രഹങ്ങളുമാണ് ഉണ്ടാകുന്നത്. ആ ആഗ്രഹങ്ങളെയെല്ലാം എങ്ങനെയാണോ സന്യസിക്കുന്നത്, ഇതൊന്നും ഒരു ഉപകാരവുമില്ല, ഇതിൻ്റെ ഒന്നും യാതൊരു ഫലവും നമുക്ക് കിട്ടാൻ പോകുന്നില്ല, ഇതെല്ലാം മായയാണ് എന്നുള്ള ഒരു രീതിയിലേക്ക് മനസ്സെത്തിക്കഴിയുമ്പോൾ അവനെയാണ് യോഗാരൂഢൻ എന്ന് പറയുന്നത് എന്നാണ് ഭഗവാൻ ഈ ശ്ലോകത്തിലൂടെ പറഞ്ഞു തരുന്നത്. അടുത്ത ശ്ലോകം ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്നത് ഭഗവത്ഗീതയുടെ കാതൽ എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഓരോ ജീവജാലങ്ങളും ഓരോ മനുഷ്യനും ഈ ഒരു ശ്ലോകം മതി അവനെ ഏറ്റവും താഴ്ന്ന നിലയിൽ നിന്ന് ഏറ്റവും ഉന്നതിയിലെത്തിക്കാൻ. ഭഗവാൻ അർജുനനോട് പറയുകയാണ്, ഉദ്ധരേതാത്മനാത്മനാം ന ആത്മാനാം അവസാദയേത് ആത്മ ഏവ ഹി ആത്മനോ ബന്ധു ആത്മയേവ രിപു ആത്മനാ. എന്താ ഭഗവാൻ പറയുന്നത്? ഉദ്ധരേതാത്മനാത്മാനാം. ഉദ്ധരിക്കണം. എന്തിനെയാണ് ഉദ്ധരിക്കേണ്ടത്? ആത്മാവിനെ. എങ്ങനെയാണ് ഉദ്ധരിക്കേണ്ടത്? ആത്മാവ് കൊണ്ട് തന്നെ. പാമ്പിനെ കൊണ്ട് തന്നെ വിഷമിറപ്പിക്കണമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ? അതേ രീതി തന്നെയാണ് ഭഗവാൻ പറയുന്നത്. സ്വയം ഉദ്ധരിക്കണം. വേറെ ആരും നിന്നെ ഉദ്ധരിക്കാൻ വരില്ല. ഒരാളും നീ നന്നാവണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിന്നിൽ പ്രഭാവം ചെലുത്താൻ ആർക്കും സാധിക്കില്ല. അത് സാധിക്കുന്നത് നമുക്ക് മാത്രമേ ഉള്ളൂ. വളരെ സത്യം അല്ലേ? എന്തുമാത്രം പ്രഭാഷണങ്ങൾ നമ്മൾ കേൾക്കുന്നു, എന്തുമാത്രം സത്സംഗങ്ങളിൽ നമ്മൾ പോകുന്നു, എത്രയോ നല്ല ആളുകളുമായി നമ്മൾ കൂട്ടുകൂടുന്നു. എപ്പോഴാണോ നമ്മുടെ മനസ്സിൽ നമുക്ക് ഉയരണം, നമ്മുടെ ജീവിത ലക്ഷ്യം ഇതാണ് എന്ന് തോന്നുന്നത്, ആ നിമിഷം മാത്രമേ നമുക്ക് ഉയർച്ച ഉണ്ടാവുള്ളൂ. അല്ലാതെ ആര് എത്ര പുറകീന്ന് തള്ളിയാലും ഈ ആടിനെ പിടിച്ചു വലിക്കുന്നത് പോലെയാണ്. ഒരു കാര്യമില്ല, അത് പിടിച്ച പിടിയാൽ അവിടെ നിൽക്കും. ഭഗവാൻ പറയാണ്, നീ സ്വയം ഉദ്ധരിക്കണം. എങ്ങനെയാ ഉദ്ധരിക്കേണ്ടത്? നീ തന്നെ അതിന് ശ്രമിക്കണം. നിന്റെ ആത്മാവിനെ ആത്മാവ് കൊണ്ട് ഉദ്ധരിക്കണം. ന ആത്മാനാമവസാദയേത്. അല്ലാതെ ആത്മാവിനെ അധപതിപ്പിക്കരുത്. നമ്മൾ ഭൂമിയിൽ ജനിച്ചു വീഴുന്ന സമയത്ത് എല്ലാവർക്കും ഭഗവാൻ ഓരോ കഴിവുകൾ തന്നിട്ടുണ്ട്. നമ്മുടെ ജീവിത ലക്ഷ്യവും നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇത്രയും നാളും ഭഗവത്ഗീതയും ഭാഗവതവും കേട്ട് കഴിയുമ്പോൾ നമ്മുടെ ജീവിത ലക്ഷ്യം ഭഗവാനിലേക്ക് എത്തുക എന്നുള്ളതാണ്. അത് എങ്ങനെയാണ് എത്തേണ്ടത് എന്നും പറഞ്ഞു. യാതൊരു തരത്തിലുള്ള വിഷമങ്ങളും കൂടാതെ ഭഗവാന് നാമജപം മാത്രം മതി. കർമ്മഫലം ആഗ്രഹിക്കാതെയുള്ള പ്രവൃത്തി മാത്രം മതി. പക്ഷേ ഇതൊന്നും ആരെ കൊണ്ടും ഒരാൾക്കും ചെയ്തു തരാൻ പറ്റില്ല. അവനവൻ തന്നെ ചെയ്യണം. നിങ്ങളുടെ ജീവിതത്തിൽ വിജയം ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ
കള്ളു കുടിച്ചും സിഗരറ്റ് വലിച്ചും സിനിമ കണ്ടും ജീവിതം നശിപ്പിക്കാതെ, മറ്റുള്ളവരുടെ വിഷമങ്ങളിൽ വിലപിക്കാതെ നിന്റെ കർമ്മം നീ ചെയ്യൂ. അതാണ് ഭഗവാൻ പറയുന്നത്. നമ്മൾ ഓരോരുത്തരോടുമുള്ള വാക്കുകളാണിത്. അവനവൻ എന്തിനാണ് ഭൂമിയിൽ ജനിച്ചിരിക്കുന്നത്? നിന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർമ്മം എന്താണ്? ആ കർമ്മം സ്വയം യാതൊരു തരത്തിലുള്ള ഫല ഇച്ഛയും ഇല്ലാതെ സ്വയമായി ചെയ്യൂ. നീ തന്നെയാണ് നിന്നെ ഉദ്ധരിക്കേണ്ടത്, വേറെ ആരും അതിന് വരില്ല. ആത്മയേവ ഹി ആത്മനോ ബന്ധു. കാരണം ആത്മാവ് തന്നെയാണ് നിനക്ക് ബന്ധു. നിന്റെ ഏറ്റവും വലിയ ബന്ധു എന്ന് പറയുന്നത് ആത്മാവാണ്. വേറെ ആരെങ്കിലും ബന്ധുവാണെന്ന് പറഞ്ഞ് വന്നാലൊന്ന് ആലോചിച്ചു നോക്കിയേ. അമ്മായിയുടെ മകൻ, അമ്മാവൻ്റെ മകൻ, ഭാര്യ, ഭർത്താവ്, ഇവരെല്ലാം ബന്ധുവായി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? എല്ലാവരും ബന്ധു തന്നെയാണ്. പക്ഷേ അവിടെ ഒരു ഗ്യാപ്പ് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ, ഒരുവൻ സംസാരസാഗരത്തിൽ മുങ്ങിക്കിടക്കുന്ന ആത്മാവിനെ താൻ തന്നെ കരകയറ്റണം എന്നുള്ള ഭഗവാന്റെ, അല്ലെങ്കിൽ യോഗരൂഢതയെ പ്രാപിക്കണമെന്ന് അർത്ഥത്തിലുള്ള ഭഗവാന്റെ ഈ വാക്കുകൾ ആത്മാവിൻ്റെ ഗതി കീഴ്പോട്ടാക്കരുത് എന്നാണ് ഭഗവാൻ പറയുന്നത്. കാരണം ആത്മാവ് തന്നെയാണ് ആത്മാവിൻ്റെ ബന്ധു, വേറെ ബന്ധു ഇല്ല. ബന്ധുവാണെന്ന് പറഞ്ഞ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവൻ ശരിയായിട്ടുള്ളൊരു ബന്ധു അല്ല, അവൻ മോക്ഷമാർഗത്തിന് തടസ്സം നിൽക്കുന്നവനാണ്. നമ്മുടെ മക്കളും ഭർത്താവും ഭാര്യയും എല്ലാം തന്നെ ബന്ധുത്വം വേണം, പക്ഷെ അതിന് ആത്മാവിനോളം ബന്ധുത്വമില്ല. നിന്റെ ഏറ്റവും വലിയ ബന്ധു എന്ന് പറയുന്നത് നിന്റെ ആത്മാവ് തന്നെയാണ്. ആത്മയേവ രിപു ആത്മന. അതുപോലെ തന്നെ നിന്റെ ആത്മാവ് തന്നെയാണ് നിന്റെ ശത്രുവും. നമ്മുടെ ശത്രുവും ബന്ധുവും നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. നമ്മൾ വേറെ എവിടേക്കും പോകണ്ട. പുറത്തുള്ള ഒരാളും നമ്മുടെ ശത്രുവല്ല, ഒരാളും നമ്മുടെ ബന്ധുവല്ല. നമ്മുടെ ഏറ്റവും വലിയ ബന്ധു എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവ് തന്നെയാണ്. പക്ഷേ നീ അതിനെ അധപതിപ്പിച്ച് അതിന് നിന്റെ ശത്രു ആക്കരുത് എന്നാണ് ഭഗവാൻ പറയുന്നത്. വളരെ പുഞ്ചിരിയോടുകൂടിയാണ് കൃഷ്ണൻ ഇത് പറയുന്നത്. ഏത് സമയം ഭഗവാൻ പുഞ്ചിരിച്ചുകൊണ്ടായിരിക്കുന്നത് അല്ലേ? ഭഗവാൻ അർജുനോട് പറയുക, അർജുന, എനിക്ക് അത്ഭുതം തോന്നുകയാണ്. എല്ലാം ഏകമയമായിട്ടുള്ള ഈ അവസ്ഥയിൽ ആർക്ക് എന്താണ് കൊടുക്കാൻ സാധിക്കുക? ഒന്ന് ആലോചിച്ച് നോക്കൂ അല്ലേ? എല്ലാം മായയാണ്, ആകെ ഉള്ളത് ഭഗവാൻ മാത്രമാണ്. ആ ഭഗവാൻ എന്ന് പറയുന്ന നമ്മുടെ ആത്മാവും ഭഗവാന്റെ അംശം തന്നെയാണ്. അങ്ങനെയുള്ള ഏകമയമായിട്ടുള്ള ഈ പ്രപഞ്ചത്തിൽ ആർക്ക് എന്താണ് കൊടുക്കാൻ സാധിക്കുക എന്നാണ് ഭഗവാൻ ചോദിക്കുന്നത്. അജ്ഞതയിൽ മുങ്ങി ആഗ്രഹങ്ങളിൽ നിൽക്കുന്ന ഒരുവന് വേദനാജനകമായ ജനന മരണങ്ങൾ ദുസ്വപ്നം കാണുകയാണ്. ഉണർന്നു കഴിഞ്ഞാൽ ആ സ്വപ്നം കണ്ടത് മിഥ്യയാണ് എന്ന് നമുക്ക് മനസ്സിലാകും. നമ്മളെ എന്തെങ്കിലും ഒരു സാധനം വിഴുങ്ങാൻ വരുന്നു. പലരും സ്വപ്നം കാണുന്നതാണ് നാട്ടിൽ പോകുന്ന സമയത്തായ തീവണ്ടി മിസ്സായി പോകുന്നത്, അല്ല എന്നുണ്ടെങ്കിൽ ഫ്ലൈറ്റ് മിസ്സായി പോകുന്നത്. ഉണർന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി ഇതൊരു മിഥ്യ മാത്രമായിരുന്നു എന്ന്. അതായത് ഇതിൻ്റെ എല്ലാം അർത്ഥം മനസ്സിൽ തന്നെയാണ്. നമുക്ക് എല്ലാ സംഭവങ്ങളും ഉണ്ടാകും, നമ്മുടെ ആഗ്രഹങ്ങളും ഇച്ഛകളും എല്ലാം രൂപീകൃതമാകുന്നത് മനസ്സിൽ തന്നെയാണ്. അങ്ങനെയുള്ളപ്പോൾ അഹങ്കാരം കൊണ്ട് ശരീരത്തിന് പ്രാധാന്യമെന്ന് ചിന്തിക്കുന്നതിൽ എന്താ അർത്ഥമുള്ളത്? ഒരർത്ഥമില്ല. നമ്മൾ ഉറങ്ങിക്കഴിയുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിന് ഒരു വിലയുമില്ല. എഴുന്നേറ്റ് കഴിയുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന സുഖം അത് മനസ്സുകൊണ്ട് അനുഭവിച്ചതാണ്. ആ മനസ്സിൽ തന്നെയാണ് എല്ലാ തരത്തിലുള്ള ആഗ്രഹങ്ങളും രൂപീകൃതമാകുന്നതും. നമ്മുടെ തന്നെ ഞാനെന്ന ഭാവത്തിലേക്കുള്ള അടുപ്പം, ആദർശത്തിലുള്ള ഞാനും എല്ലാം പറയൂലേ. ആദർശം പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയും. ഞാൻ അങ്ങനെയാണ്, ഞാൻ വളരെ നല്ല വ്യക്തിയാണ്, ആരോടും ദേഷ്യപ്പെടില്ല, എല്ലാവരോടും സ്നേഹത്തോടെയാണ് പെരുമാറുന്നത്, എൻ്റെ മുഖം നോക്കി ഏത് നിമിഷവും ഞാൻ പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുകയാണ്, ആരോടും വഴക്കിടില്ല, എല്ലാം പറയും നമ്മൾ. ദേഷ്യം വരില്ല. ദേഷ്യം വരാത്തത് എവിടെയാണ്? നമ്മുടെ ബോസിൻ്റെ മുമ്പ് മാത്രമേ ദേഷ്യം വരാത്തേ ഉള്ളൂ. ബാക്കിയുള്ള സകല ആളുകളുടെ മുമ്പിൽ ദേഷ്യം വരും. ജോലി പോകുമെന്ന് പേടിച്ചിട്ട് തൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥനോട് ഒരാളോടും ദേഷ്യം വരില്ല. എവിടെ? അദ്ദേഹത്തിൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ. അദ്ദേഹത്തിന് മുൻപിൽ നിന്നിങ്ങനെ പഞ്ചപുച്ഛമടക്കി ഇങ്ങനെ നിൽക്കും. വീട്ടിൽ വന്നാലോ ഇതെല്ലാം ഈ പഞ്ചപുച്ഛങ്ങളും പഞ്ചപത്തിയായിട്ട് അങ്ങോട്ട് വിടരും. അപ്പോൾ ശരിയായ രീതിയിൽ നമ്മുടെ ഞാനെന്ന ഭാവത്തിലേക്ക്, അല്ലെങ്കിൽ ഞാനെന്ന ആദർശത്തിലേക്ക്, എന്താണോ ഞാൻ എന്ന് നമ്മുടെ മനസ്സ് വിചാരിക്കുന്നത് അതിലേക്ക് നമ്മൾ അടുക്കണം. അതിനെ അന്തരം കൂടുമ്പോഴാണ് വീഴ്ചയുടെ ഫലം കൂടുന്നത്. ആ ഞാനെന്ന ആദർശവാനായിട്ടുള്ള ഞാൻ, എല്ലാം നല്ലതാണ്, എൻ്റെ മനസ്സ് വളരെ നല്ലതാണ്, ഞാൻ എല്ലാവരെയും സ്നേഹിക്കുന്നു, എല്ലാവരോടും എനിക്ക് ഇഷ്ടമാണ്, ഞാൻ എല്ലാവരോടും പുഞ്ചിരിക്കും, ഇത് ആദർശമാണ്. പ്രാക്ടിക്കലായിട്ട് സംഭവിക്കുന്നില്ല. അപ്പോഴാണ് നമ്മുടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. നമ്മുടെ മനസ്സിൽ നിന്നും
താൻ ഒരു പ്രഭാഷണം കേട്ട് കഴിയുമ്പോൾ അല്ലെങ്കിൽ സത്സംഗത്തിൽ ഏർപ്പെട്ട് കഴിയുമ്പോൾ ഞാൻ ഭക്തിയിൽ ഉയരും എന്നുള്ള ഒരു ചിന്ത വരുന്നുണ്ട്. ആ ചിന്ത പ്രായോഗികമായിട്ട് വരാത്തതാണ് നമ്മുടെ കുഴപ്പം. നമ്മൾ ചിന്തിക്കും, പക്ഷേ നമുക്കത് പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. പക്ഷെ ഇത് ചെയ്യാൻ സാധിക്കാത്തതാണോ? ഒരിക്കലുമല്ല. ഇതിൻ്റെ തടസ്സം എവിടെയാണ്? മനസ്സിലാണ്. മനസ്സിനെ കൊണ്ട് നമ്മൾ പറയിപ്പിച്ച് ചെയ്യിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് മനസ്സിനെ അല്ലെങ്കിൽ ആത്മാവിനെ ഒരിക്കലും ശത്രു ആക്കരുത്, അതിനെ അധപതിപ്പിക്കരുത്, അതിനെ ഉയർത്തണം. എങ്ങനെയാണ് ഉയർത്തേണ്ടത്? മനസ്സെന്ന സങ്കല്പത്തെ തന്നെ മാറ്റണം. നമ്മുടെ എല്ലാ ചിന്തകളും ഉണ്ടാകുന്നത് മനസ്സിലാണ്. ചിന്തകളില്ലെങ്കിൽ പിന്നെ മനസ്സില്ല, പിന്നെ ആകെയുള്ളത് ആത്മാവ് മാത്രമാണ്. പൂർണ്ണമായും ആത്മാവിനെ അറിഞ്ഞു കഴിയുന്നതാണ് ജ്ഞാനം എന്ന് പറയുന്നത്. ഇതാണ് ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്നത്. എല്ലാവരും മനസ്സിലാക്കണം, നമ്മുടെ ഉയർച്ചയ്ക്കും താഴ്ചയ്ക്കും ദുഃഖങ്ങൾക്കും എല്ലാം കാരണം നമ്മൾ തന്നെയാണ്. അത് പൂർണ്ണമായും മനസ്സിലാക്കണം. ആരെയും കുറ്റപ്പെടുത്തരുത്. ഒരാളെയും കുറ്റപ്പെടുത്താൻ നമുക്ക് അർഹതയില്ല. ഭഗവാൻ എനിക്ക് അത് തന്നില്ല, ഭഗവാൻ എനിക്ക് ഇത് തന്നില്ല, ഭഗവാൻ എനിക്ക് മക്കളെ തന്നില്ല, ഭഗവാൻ എനിക്ക് സമ്പത്ത് തന്നില്ല, ദുഃഖം മാത്രമേ എനിക്കുള്ളൂ. ഇതിൻ്റെ എല്ലാം കാരണക്കാർ നമ്മൾ തന്നെയാണ്. നമ്മുടെ കർമ്മഫലങ്ങളാണ്, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളാണ്. ഈ ജന്മത്തിൽ പോലും ഉയരാൻ നമുക്ക് അവകാശമുണ്ട്. എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാം. പക്ഷേ നമ്മുടെ യഥാർത്ഥ രൂപത്തോട് അല്ലെങ്കിൽ ഞാനെന്ന ഭാവത്തോട് അല്ലെങ്കിൽ നമ്മുടെ ആദർശത്തിനോട് നമ്മൾ യോജിക്കുന്നില്ല. പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ മനസ്സ് മാറ്റി നിർത്തുകയാണ് നമ്മളെ തന്നെ. ആദർശത്തോട് യോജിക്കുക. നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് തന്നെ അറിയാം. അതിലേക്ക് കൂടുതൽ നമ്മുടെ മനസ്സിനെ അടുപ്പിക്കുക. അതാണ് എല്ലാവരും ചെയ്യേണ്ടത്. ഇന്നത്തെ ശ്രീമദ് ഭഗവത്ഗീതാ പാരായണം ഭഗവാന്റെ പാദപങ്കജങ്ങളിൽ സമർപ്പിക്കുന്നു. ഏവർക്കും സ്നേഹം നിറഞ്ഞ ശുഭദിന ആശംസകൾ. ഹരേ കൃഷ്ണ.